നരകം നിങ്ങൾക്ക് മേൽ ഇടുത്തിയായി പെയ്യാൻ ഇനി 48 മണിക്കൂറുകൾ മാത്രം. ഇറാനെ ഭീഷണിപ്പെടുത്തുന്ന വാക്കുകൾ വന്നിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നാണ്. ഇറാന് മേൽ കുതിര കയറിയപ്പോൾ ഹോർമൂസ് വഴി തിരിച്ചടി കിട്ടുമെന്ന് ട്രംപ് വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടക്കുകയായിരുന്നു. ഇതോടെ അമേരിക്കയിലടക്കം വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടത്. ഇതിനിടയിലാണ് ഹോർമൂസ് കടലിടുക്ക് തിങ്കളാഴ്ചക്കുള്ളിൽ തുറന്നുകൊടുത്തില്ലെങ്കിൽ ഇറാനിൽ സർവനാശം സംഭവിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാനുമായുള്ള കരാറിനോ അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനോ 10 ദിവസത്തെ സമയം നൽകിയത് ഓർക്കുക. സമയം അതിക്രമിക്കുന്നു. നരകം അവർക്കുമേൽ പെയ്യാൻ ഇനി 48 മണിക്കൂർ മാത്രം. ദൈവത്തിന് മഹത്വം. ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ കുറിച്ച വരികളാണിത്. നേരത്തെ മാർച്ച് 27 വരെയായിരുന്നു ഹോർമൂസ് തുറക്കാൻ നൽകിയിരുന്ന സമയപരിധി. പിന്നീട് 10 ദിവസം കൂടി നീട്ടി ഏപ്രിൽ 6 വരെയാക്കിയിരുന്നു. ഈ സമയപരിധിയാണ് തിങ്കളാഴ്ച അവസാനിക്കുന്നത്. എന്നാൽ ഈ ഭീഷണികളൊന്നും വില പോവില്ലെന്ന് പറയുന്ന ഇറാൻ ഇസ്രയേലിന്റെ സഖ്യരാഷ്ട്രങ്ങളിലേക്കും ആക്രമണം നയിക്കുന്നുണ്ട്. ഇറാനിയൻ ഡ്രോൺ ആക്രമണത്തിൽ കുവൈറ്റിലെ 2 വൈദ്യുതി നിലയങ്ങൾക്കും കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾക്കും ശക്തമായ ഭൗതിക നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി കുവൈറ്റ് അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് 2 വൈദ്യുതി ഉൽപാദന യൂണിറ്റുകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. സർക്കാർ മന്ത്രാലയങ്ങളുടെ ഓഫീസ് സമുച്ചയത്തിന് നേരെയും ഇറാനിയൻ ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്ന് കുവൈറ്റ് ധനമന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഔദ്യോഗിക മാധ്യമങ്ങൾ അറിയിച്ചു. കൂടാതെ ഷുവൈക്ക് ഓയിൽ ഡക്ടർ കോംപ്ലക്സിലുണ്ടായ ആക്രമണത്തിൽ വലിയ തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പകരമായി കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ ലക്ഷ്യമിടുകയാണ്. ഈ മാസം ആദ്യം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകൾക്ക് നേരെയും ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നത്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് തന്നെയെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ഇറാൻ. സിറിയയെയും ലെബനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന അതിർത്തിയായ മസ്ന ഇസ്രയേൽ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതെ തുടർന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ള ഈ പ്രദേശം ആയുധകടത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. കുവൈറ്റിലെ എണ്ണ മന്ത്രാലയവും KPC ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്ന ഷുവൈസ് ഓയിൽ ടെക്കറിന് നേരെ ഇറാനിയൻ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ആർക്കും പരിക്കില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 8 മിസൈലുകളും 19 ഡ്രോണുകളും തടഞ്ഞതായി കുവൈറ്റ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം യുദ്ധമേഖലയുടെ ഉയർന്ന റെസല്യൂഷനുള്ള ചിത്രങ്ങൾ നൽകുന്നത് നിർത്താൻ പ്ലാനറ്റ് ലാബ്സ് തീരുമാനിച്ചിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നിയന്ത്രണം. അതേസമയം തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണി അസാഹസമായ പ്രവൃത്തി എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. ഭീഷണികൾ ഇറാനിൽ വില പോവില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് തടഞ്ഞു തന്നെ കിടക്കുമെന്നും ഇറാൻ ആവർത്തിക്കുകയാണ്. 48 മണിക്കൂറല്ല 480 മണിക്കൂർ തന്നാലും ഹോർമൂസ് തങ്ങളുടെ അധീനതയിൽ നിന്ന് മാറ്റുവാനുള്ള ആയുധങ്ങളൊന്നും അമേരിക്കയുടെ പക്കലില്ലെന്നും ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം അമേരിക്കയുടെ പ്രതികരണം എന്താകുമെന്ന് ആകാംക്ഷയിലാണ് ലോകം നിൽക്കുന്നത്.